ഫേസ്ബുക്കിലൂടെ എങ്ങനെയാണ് പെട്ടെന്ന് ഏണിങ്സ് ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഞാൻ ഈ വായക്കൽ തൊട്ടിട്ട് അവസാനം വീഡിയോന്റെ അവസാനം ഞാനത് എങ്ങനെയാണെന്നല്ലേ പറഞ്ഞുതരാം. ഓക്കെ, ഇങ്ങനെ നമ്മളെ വായക്കുലൊക്കെ ഏകദേശം വെട്ടിക്കഴിഞ്ഞു. സംഭവം അത് വിറ്റ് പോയതൊന്നുമല്ല, കൊറേയൊക്കെ നമ്മൾ വെട്ടും, കൊറേ അയൽവാസിയാക്ക് കൊടുത്തുപോഴത്തെ, കൊറേ നമ്മുടെ പെരീക്ക് കൊണ്ട് നമ്മക്കൊന്നും ഇതേന് റോവസ്റ്റ് നമ്മൾ 5 റുപ്യന്റെ ആ ബൂസ്റ്റ് കുറച്ച് വാങ്ങും, പിന്നെ പാലും വാങ്ങിയിട്ട് ഇത് രണ്ടും കൂട്ടിയാണ്ട് അടിച്ചു. അത് അപാര ടേസ്റ്റാണ്, നല്ലൊരു പ്രീമിയം ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ കുറേയൊക്കെ നമ്മൾ തിന്നു. ഇനി കുറച്ചും കൂടി ഉണ്ട്. ഇതിന് മാർക്കറ്റിൽ തീരെ വിലയില്ല. മറ്റേ മഞ്ഞപ്പഴം ഞാൻ പറഞ്ഞില്ല, മഞ്ഞ റോസ്റ്റ് ഉണ്ടായതുകൊണ്ട് ഇത് ആർക്കും ആവശ്യമില്ല, വിലയില്ല, ആവശ്യക്കാരുമില്ല. സംഭവം ഇത് ആയപ്പോത്തിന് നമ്മൾ കുടുങ്ങിയിരിക്കണ്. അപ്പൊ എല്ലാതൊക്കെ കുറെ ആൾക്കാർ കൊടുത്തു. അപ്പോഴാണ് നമ്മളെ ഒരാള് തേടി വന്നത്, വാഴക്കൊലക്ക് ആവശ്യമുണ്ട് പറഞ്ഞാണ്ട്. അപ്പൊ അവനാണ് നമ്മളിത് കൊണ്ടുപോയി കൊടുക്കണത്. മമ്പാട്ടുമൂല മാർക്കറ്റിൽ കൊണ്ടുപോയി കൊടുക്കുകയാണ് നമ്മള്. ആകെ 12 റുപ്യാണ് കിലോന് വില. അതിനൊന്നും വിറ്റാൻ മുതലാവില്ല. നമുക്ക് ചെലവ് കൂട്ടുമ്പോൾ അത് ഭയങ്കര നഷ്ടമാണ്. അപ്പൊ നമ്മള് വിൽക്കാൻ കരുതിയില്ലേന്, കിട്ടണ പോലെ എന്ത് ചെയ്യാ, എല്ലാവർക്കും കൊടുക്കുക. വേറെ അപ്പൊ ഞാൻ പറഞ്ഞ ആള് ഓപ്പ പറഞ്ഞെന്താന്നറിയോ, എത്ര കൊല്ലം ഏജ് കൊണ്ടുവന്നോ നമ്മക്ക് എടുക്കാന്ന്. ഇപ്പഴവൻ പറഞ്ഞു. വായക്കലൊക്കെ നമ്മള് വണ്ടി വെച്ചാണ്ട് വേക്കിൽ വെച്ചു നേരെ പോവുകയാണ് മമ്പാട്ടുമൂല മാർക്കറ്റില്. അവിടെ കൊണ്ടുപോയി കൊടുക്കുക. അവിടെ നമ്മളെ കാത്തിക്കുണ്ട് ഒരാള്, അതൊരു പ്രത്യേക വ്യക്തിയാണ്, നമ്മളെ മാനു, പച്ചക്കറി മാനുവിന്റെ പ്രത്യേകത പറഞ്ഞാൽ അധികം സാധനങ്ങള് പുറത്തുനിന്നല്ല, ഈ നാട്ടിലുണ്ടാക്കുന്ന കൃഷി സാധനങ്ങൾ വാങ്ങിയിട്ടാണ് അവൻ വെക്കണത്. അപ്പൊ ഓനാണ് നമ്മൾ കൊല കൊണ്ടുപോയി കൊടുക്കുന്നത്. വായക്കൊല കൊല പറഞ്ഞാണെങ്കിൽ തെറ്റിദ്ധരിക്കാൻ നിൽക്കണ്ട, വായക്കുല. മാനു വമ്പാട്ടൂരെ പച്ചക്കറി നടത്തുന്നത്. അപ്പൊ മാനു നമ്മളെ സബ്സ്ക്രൈബേഴ്സാണ്. ഓൻ കടയിൽ കുത്തുന്നത് നമ്മളെ വീഡിയോസൊക്കെ കാണും. അപ്പോൾ ഓൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോണത്. അങ്ങനെ നമ്മൾ വമ്പാട്ടുമൂല എത്തി. വമ്പാട്ടൂല ഈ നേരത്തൊന്നും ആളുണ്ടാവില്ല. നമ്മളൊരു 10:30-11 മണിക്കാണ് നമ്മൾ വമ്പാട്ടൂലേക്ക് എത്തണത്. അപ്പൊ നമ്മൾ വല്ലേ മാനുവിനെ തെരഞ്ഞു പോകാം. ശരിക്കും എൻ്റെ നാട് എന്ന് പറയുന്നത് ഇതാണ്, വമ്പാട്ടുമൂല. പക്ഷെ നമ്മൾ പന്നിക്കൂട്ടനോട് ചാരി നിൽക്കുന്ന, അതെ വമ്പാട്ടൂലൻ്റെ അതിർത്തിയിൽ താമസിക്കുന്ന ആളാണ്. അപ്പൊ നമുക്ക് കൂടുതൽ ബന്ധം പന്നിക്കോട്ടുണ്ടിയിലാണ്. നമ്മൾ പന്നിക്കോട്ടിലേക്ക് ഇറങ്ങുക, ഇങ്ങോട്ട് എപ്പോഴെങ്കിലൊക്കെ ഇറങ്ങുള്ളൂ. ഒടുവിൽ നമ്മൾ മാനുവിൻ്റെ കടയിലെത്തി. മാനു നമ്മളവിടെ വെയിറ്റ് ചെയ്യേണ്ട കേസ്. പക്ഷെ നമ്മൾ വീഡിയോ എടുക്കുന്ന കേസൊന്നും മാനുവിന് അറിയില്ല. മാനു അതൊക്കെ താല്പര്യമുള്ള കേസാണ്, പക്ഷെ മാനുവിനോട് പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് ഇത് അവിടെ കൊണ്ടുപോയി ഒന്ന് തൂക്കി നോക്കാം. പതിനാല് ഏത് നമുക്ക് മതി അത് തുറന്നിട്ടില്ലേ അല്ലേ, ചെറുതല്ലേ. ഇതില് ആ ചാക്കും വെച്ചാലോ, ചാക്കും ഞാൻ പറഞ്ഞില്ലേ, മാനു വീഡിയോ എടുക്കാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. മാനു കണക്കൊക്കെ മനക്കണക്കാണ്, അല്ല കാൽക്കുലേറ്റർ ഒന്നും മാനുവിന് വേണ്ട. പൈസ ഒക്കെ മനസ്സിൽ കൂട്ടിക്കാണ്ട് കറക്റ്റാക്കി നമ്മളെ കജ്ജിത്തന്നു. ശരി. അല്ല ഞാനും മാനു ഒരു വാർഡിന്റെ മാറ്റമുള്ളൂ. എന്നിട്ട് ഫേസ്ബുക്കിൽ കണ്ടിട്ടാണ് പിന്നെ വായക്കലൊക്കെ ഓർഡർ ചെയ്യണത്. എടോം പോലെ വായക്കൊലല്ല. അപ്പൊ അതിന്റെ ചൂട്ടില് ഞാൻ എഴുതും എന്റെ തോട്ടത്തില് വായക്കൊലല്ല. അതിലോ ആ ഭീഷണിപ്പെടുത്തിയിട്ടോ ഉണ്ടായിട്ടെല്ലാം വെട്ടി കൊടുത്താണ്. മറ്റേ മൂത്തിട്ടില്ല, മൂത്തോക്കാൻ വെട്ടിക്കൊണ്ടേക്കണ്. ഇനി ഓന്റെ വായക്കൊല ഫുള്ളായിട്ട് ഞാൻ വിട്ടിട്ടല്ലേ ഉള്ളൂ. ഞാൻ തോട്ടം മൊത്തത്തിൽ അങ്ങനെയും വേണമെങ്കിൽ ഞാൻ എടുക്കും. ഞാൻ കൊണ്ടോണോ നടക്കാൻ പറ്റല്ലോ, ഇത്ര പണിയുള്ളതിന്. എന്നാ പൈസ റെഡി. ഇപ്പൊ പറയുന്നത് കണ്ടത്തിലല്ല കായ് കണ്ടെത്തി. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഫേസ്ബുക്കിലൂടെ ഏണിങ് ഉണ്ടാക്കുക. നിങ്ങൾ വെറും സുക്കൂറനെ കാത്തുനിന്നിട്ട് കാര്യമില്ല. എന്തെങ്കിലും പരിപാടികൾ ഉണ്ടെങ്കിൽ വല്ല ഫേസ്ബുക്കിൽ കൂടെ സെയിലാക്കുക, പൈസ ഉണ്ടാക്കുക. ഓക്കെ, ബൈ.